അല്ല ഗൈസ്, എല്ലാ മത്സരവും നമ്മളൊരു പുതിയൊരു വീട്ടിലൂടെ സ്വാഗതം. അപ്പം നിങ്ങൾക്കൊക്കെ എന്നെ മനസ്സിലായി കാണും, ഞാനാണ് GTA. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മറ്റേ ABCD ഗ്യാഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചങ്ങന്മാരൊക്കെ അറിയായിരിക്കും. അമ്മാരെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഈ ഞാൻ. ഓക്കെ, അപ്പം ഇന്നത്തെ പരിപാടി ഈ വേൾഡൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾക്ക് മറ്റേ AVR എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൊക്കെ അറിയായിരിക്കും. അവൻ്റെ കൂടെയൊക്കെ കളിക്കുന്ന നമ്മളൊരു മൾട്ടിപ്ലെയർ വേൾഡാണിത്. അപ്പം അമ്മാരാരുമില്ല. അപ്പം ഞാൻ നൈസാ കയറി ഇന്ന് ഈ വേൾഡിനെ കുറച്ച് പരിപാടികളൊക്കെ ഞാൻ പണി ചെയ്യാൻ പോവുകയാണ്. അപ്പം എന്തിനാണ് ചുമ്മാ ചെയ്യണം, അപ്പോൾ യൂട്യൂബിലും കൂടെ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ പണി വേറെ ഒന്നുമല്ല, ഒരു മോബ് ഫാർമ് അത് തന്നെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ മച്ചവർ അവിടെ ഞാൻ നേരെ ടെലിപ്പോട്ടെ ഇങ്ങോട്ട് വന്ന് നമ്മളെ ആപ്ലിക്കേഷനെയൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ പറ്റിയ പേര് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ താരെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സൊക്കെ അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യടായി. അപ്പം എല്ലാ ചങ്കന്മാർക്കും ചങ്കത്തിമാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങിയാണ്. അപ്പോൾ ഒരു മോബ് ഫാർമ് വേണമെങ്കിൽ നമുക്ക് എന്തിനു വേണം, കോബിൾ സ്റ്റോൺ വേണം. അതെൻ്റെ ലാഭേഡ് വേറെ 31 ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ 2 വുഡൻ പിക്കാക്സ് വെച്ചിട്ട് ഞാൻ മൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെന്നെ മൈനിങ്ങിലായിട്ട് കണ്ടിട്ട് എൻ്റെ അൾട്രാ പ്രോ മൈനിങ്ങാണ് നിങ്ങളിനി കാണാൻ പോണത്. ആരും പള്ളാന്ന് വിളിക്കല്ലേ. ഓക്കെ, അപ്പം നമുക്ക് വീടിൻ്റെ അകത്തൂടെ തന്നെ ഒരു കേവ് സെറ്റപ്പ് ഉണ്ട്, നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ കയറാം. പോയി മച്ചപ്പൻ്റെ ഇന്ന് നമ്മൾ സുധിയാണെന്ന വീഡിയോ എല്ലാവരെയും കണ്ട് നമ്മൾ ഫുൾ ഇൻസ്പിറേഷനായി നമ്മളിന്നൊരു മോബ് ഫാർമാണ് ഇവിടെ നിന്ന് ചെയ്യാൻ പോണത്. അത് തന്നെ ഞാൻ ഒരു 50 വട്ടം പറഞ്ഞു എന്തിനിടയിനായി. ഓക്കെ, നമുക്കിവിടെ നിന്ന് ഏണി ഇറങ്ങാം. ഇത് നമ്മളെ ഡിങ്കം ചെയ്ത വരിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് മൈൻ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ മൈൻ ചെയ്തിട്ട് ഇതിനുള്ള റീസോഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കാം. എൻ്റെ ആ ഒരു പിക്കാക്സ് പൊട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ GG ആയി. അപ്പോൾ ഞാൻ ഇനി പോയിട്ട് വേറെ പിക്കാക്സ് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ദാ വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി ഇതത്ര ഇനി മൈൻ ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം മൈൻ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. മച്ചന്മാരെ, എൻ്റെ 2 പിക്കാക്സും ഞാൻ കൊണ്ടുവന്നത് പൊട്ടി. അപ്പോൾ എനിക്ക് എത്ര സ്റ്റോൺ കിട്ടിയെന്ന് വെച്ചാൽ ഒരുപാട് 1 2 3 4 5 6 സ്റ്റാക്കോളം സ്റ്റോൺ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടുതലും കൊണ്ട് ലാഗ് നടിപ്പിക്കില്ല. നമ്മൾ പെട്ടെന്ന് ഞാൻ പണിയും തീർക്കും. എന്നാൽ വീഡിയോ ഞാൻ ലെങ്താക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ കിടന്നുറങ്ങാം, രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ കാണാം. മച്ചവരെ, അപ്പോൾ അങ്ങനെ നേരം എടുത്തിട്ടുണ്ട്. നമ്മളെ വൂൾ ഫാമിൻ്റെ പണിയൊക്കെ എന്തിനാണെന്ന് നോക്കണം. അപ്പോൾ നമ്മളൊരു ഓട്ടോമാറ്റിക് വൂൾ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മറ്റേ AVRൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഓട്ടോമാറ്റിക് വൂൾ ഫാം, ഇവിടെ വൂളൊക്കെ നല്ലത് കിട്ടുന്നുണ്ടോ. ഓക്കെ, ഇതാ 40 ആയി. ഓക്കെ, നല്ലത്. അത് ഒരു സ്റ്റാക്ക് ആവാറായി. കൈസ്, നിങ്ങളിത് ഇവനെ കൊണ്ട് നല്ലൊരു പേര് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ നിങ്ങൾ കമൻറ്റ് ബോക്സ് തുറന്നു തന്നിട്ടുണ്ട്. ഇവനക്ക് നല്ലൊരു പേര്, നമ്മളെ ചങ്ങായിക്ക് നല്ല അടിപൊളിയൊരു പേര്. നമ്മൾ പേരൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾ നല്ലൊരു പേര് പറഞ്ഞെങ്കിൽ പറയണം. ഓക്കെ, അവനൊക്കെ മാത്രമല്ല പിന്നെ വീട്ടിൽ ഒരാളുണ്ട്, അവനെയും കൂടെ കാണിച്ചു തരാം. നമ്മളത് ഇവനും കൂടെ ഒരു പേര് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിന് ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് അങ്ങ് തുറന്നു തന്നിട്ടുണ്ട്, നിങ്ങൾ എന്നെല്ലാം ചെയ്തണം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഫുഡ് അങ്ങ് എടുക്കാം. ഫുഡില്ലേ, ഫുഡായി. പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇനി നേരെ പോയിട്ട് ഈ മോബ് ഫാർമ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഒപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾ കുറച്ച് നേരം എല്ലാ റിസോഴ്സും കളക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി എല്ലാ സാധനങ്ങളും ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇപ്പോൾ മോബ് ഫാർമ് ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ടോ. ഇത്ര സ്റ്റാക്ക് വുഡും പിന്നെ 2 ചെസ്റ്റും അത് ഇതും ചപ്പും ചവറും ബട്ടനും ട്രാപ്പ് ഡോർ എല്ലാം ഫുൾ സെറ്റാക്കി. ഇനി ഇതിൻ്റെ സ്ഥലം കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ ചെയ്യണതാണ് നല്ലത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ മനസ്സിലായോ, ഇവിടെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എല്ലാ സാധനങ്ങളും പറക്കിക്കൊണ്ട് ഇനി ഇവിടെ വരാം. എല്ലാം വാരി പറക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെറിയ ബെഡ് സെറ്റപ്പൊക്കെ ഞാൻ ചെറിയ പ്ലാറ്റ്ഫോമൊക്കെ സെറ്റാക്കി. ഇവിടെ ഇനി ഇങ്ങോട്ടൊന്നും ഇനി മോബും കയറി വരാതിരിക്കാൻ വേണ്ടി കുറച്ച് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, അതുമായി അതാണ് ഞാൻ കാണിച്ചു തരാം. കേട്ടോ, എല്ലാം വാരി പറക്കിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇവിടെയായിട്ട് വരും നമ്മളൊരു മോബ് ഫാർമ്. അപ്പം അത് ഞാൻ പകുതി ചെയ്തിട്ട് ഞങ്ങൾ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ അവിടം വരെ അന്ന് നമുക്ക് പോകണ്ടേ, ചുമ്മാ ഒന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അവിടം വരെ പോകാനുള്ള ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് നടന്നു വന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് ബെഡ് വിട്ട് എൻ്റെ ചെസ്റ്റിൻ്റെ അകത്ത് ഫുൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇനി അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മളെ മോബ് ഫാർമിൻ്റെ പണി ഇത്രയായി. കുറേ നേരം എടുത്തുകൊണ്ട് കുറേ നേരം കൊണ്ട് ഞാൻ താരോട്ട് പോകും, മേളോട്ട് വരും, താരോട്ട് പോകും, മേളോട്ട് വരും. അങ്ങനെ എൻ്റെ കോൾ സ്റ്റോൺ മൊത്തം തീർന്നു. തീർന്നില്ലായിരുന്നല്ലേ.
അപ്പോൾ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, സോറി ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതും കൂടെ പോയി ഫുള്ളും ചെയ്യുന്നു. ഇനി ഞാൻ താരാപ മെയിൻ ചെയ്തിട്ട് വരാം. ഇവിടെ ഫുള്ളും റെഡിയാക്കിയത് ഇവിടെ വെള്ളവും വീറ്റി, ഒരു സ്ഥലത്ത് മാത്രം വെള്ളം വീട്ടുണ്ട്. അത് നമ്മളെങ്ങനെ ഞാൻ കാണിച്ചു തരാം. എവിടെയാണ് വെള്ളം വീത്തുള്ളത്? അത് ഇവിടെ ഇല്ലേ? ഓയ്, അങ്ങനെ ആ പണിയും കഴിഞ്ഞ് ഇനി ഇത് ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് ഇനി ഞാൻ നിങ്ങൾ അങ്ങനെ എൻ്റെ കോബിൾ സ്റ്റോൺ ഫുള്ളും കഴിഞ്ഞ് അങ്ങനെ ഞാൻ വേണ്ട ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഓക്കെ. ഇവിടെ ഫുള്ള് ഞാൻ ഇത്രയും സെറ്റ് ചെയ്ത് ഇനി ആ പടി മേൽ ഭാഗം കൂടെ ഫില്ല് ചെയ്താൽ മതി. അതും കൂടെ ആയാൽ പണി കഴിഞ്ഞ്. അപ്പോൾ ഇനി ഞാൻ പോയി മൈൻഡ് ചെയ്തിട്ട് ഇതാ പോയിട്ട് ഇനി ഇതാ വരാം. അപ്പോൾ അങ്ങനെ മോബ് ഫാമിൻ്റെ പണി മിക്കതും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ഒരു പണിയില്ല. ഞാപ്പാടുള്ളൊരു പണി ഇതിൻ്റെ അകത്തിറങ്ങുക, ഇതിൻ്റെ അകത്തുള്ള ടോർച്ചൊക്കെ എടുത്ത് കളയുക, ഇവിടെ നൈസ് അങ്ങ് എസ്കേപ്പ് ആവുക അല്ലേ. അപ്പോൾ എന്താ ഇതൊരു വൺ ഫ്ലോപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് വല്ല അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ വെച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേ പറ്റൂ. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ നടുക്ക് ചെയ്തോണ്ടാണ് നിങ്ങൾക്ക് വല്ല അറിയാമോ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ നടുക്ക് ചെയ്തോണ്ടാണെന്ന് അറിഞ്ഞൂടെ. ഒരു മോബും പോയിട്ട് ഒന്നും സ്പോണാവുള്ള. ഞാൻ മേളിൽ പോയിട്ട് ബട്ടനൊക്കെ മാറ്റി എന്നിട്ട് സ്പോണാവുള്ള, ഒന്നും സ്പോണാവുള്ള. ഇത് വെള്ളത്തിൻ്റെ നടുക്കായതുകൊണ്ടാണോ ഒന്ന് കമൻറ്റ് ചെയ്യണം. വെള്ളത്തിന് നടുക്കാണെങ്കിൽ പറ്റുമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് എന്തോന്ന് അവിടെ ചെയ്യാം, കരയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ വൺ ഫ്ലോപ്പായിരുന്നു. അപ്പം ഇതിന് മികച്ച അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.